ഹലോ ഷൈജു. ഞാൻ ബൈസൺ മൂവി കണ്ടു. വളരെ മനോഹരമായ സിനിമ. അതായത് ഒരു സിനിമ എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന സംവിധായകൻ, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന അഭിനേതാക്കൾ, നല്ല അടിപൊളി എഡിറ്റിങ്, മ്യൂസിക്, എല്ലാം കൊണ്ടും നമ്മളൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല തമിഴ് സിനിമ. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ഒരു ട്രീറ്റ് നമ്മൾ കണ്ടത്. ഒരു കുറ്റം പറയാനില്ല, ധൈര്യമായിട്ട് സിനിമ തിയേറ്ററിൽ പോകും. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നല്ല ചില ഫ്രെയിമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ആകെ ഒരു അത്ഭുതപ്പെട്ടു. കാരണം അങ്ങനെ നമുക്ക് സീൻ ചെയ്യാൻ പറ്റും. പശുപതിൻ്റെ ഒക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ, പശുപതി മാത്രമൊന്നുമല്ല, എല്ലാവരും പശുപതിൻ്റെ ഒക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ അപാരഭിനയമാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഒരാൾ നേടുന്ന വിജയം. അതിൽ രാഷ്ട്രീയമുണ്ട്, ജാതീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, തിരിച്ചടികൾ, നിരവധിയായിട്ടുള്ള തിരിച്ചടികൾ. ഈ തിരിച്ചടികളൊക്കെ അതിജീവിച്ചുകൊണ്ട് അയാൾ, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ, അയാളുടെ കുട്ടിക്കാലം മുതൽ അവൻ്റെ അവൻ്റെ താല്പര്യങ്ങൾ കണ്ടറിഞ്ഞ് അവനെ സഹായിക്കുന്ന അധ്യാപകർ, ഇതിനെതിരെ നിൽക്കുന്ന മാതാപിതാക്കൾ, എന്നിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നാട്ടിലെ ഗുണ്ടകളുമായിട്ടും അതുപോലെ അവിടുത്തെ പ്രധാനികളൊക്കെ ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിസ്സാര പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഈ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ കഥാപാത്രം മുന്നേറുന്ന, അതായത് വലിയൊരു ഗ്രാഫിക്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ശബ്ദകോലാഹലങ്ങളോ ഒന്നുമില്ല, വളരെ കൃത്യമായിട്ട് കഥ പറഞ്ഞു പോവുകയാണ്. നമുക്ക് റിലേറ്റ് ആവുന്ന രീതിയിൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് സിനിമയിൽ നമ്മൾ അതിൽ ലയിച്ച് പോവുകയാണ്. നമ്മൾ എന്താ പറയുക, ആ കഥാപാത്രത്തിനോടൊപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ കഥാപാത്രത്തിൻ്റെ വളർച്ചയിൽ നമ്മളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു തമിഴ് സിനിമ, അതായത് വലിയ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല, എന്നാലുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട്. ഭയങ്കരമായിട്ടുള്ള ക്യാമറ ടെക്നിക്കുകളൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ കണ്ണുകൊണ്ട് കാഴ്ചകളെ കാണുന്നത്, അതേപോലെ മനോഹരമാക്കി ചിത്രീകരിച്ചിട്ടുള്ള സിനിമ. പിന്നെന്താണെന്ന് വെച്ചാൽ, ഈ സംവിധായകൻ്റെ ഒരു രാഷ്ട്രീയം ആ സിനിമയിൽ പല ഭാഗങ്ങളിലും പല രീതിയിലുമുണ്ട്. അയാളുടെ സിനിമകളൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഉണ്ടായി വരേണ്ടത് ആവശ്യമാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിൽ ബുദ്ധനും അംബേദ്കറും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ കാണിക്കുന്നുണ്ട് ചിത്രങ്ങളായിട്ട്. നമ്മളെ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇത്തരം അവസ്ഥകളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവും എന്നാണ്. പലരും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പൊസിഷനിലേക്കൊക്കെ ഒരാൾ വരുന്നതിന് മുമ്പ് അയാളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം, പ്രത്യേകിച്ച് ഏറ്റവും സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലൊക്കെ ഒരു കഴിവുള്ള ഒരാൾ, സ്പോർട്സിലോ അതല്ലെങ്കിൽ എഴുത്തിലോ സ്പോർട്സിലോ ആർട്സിലോ ഒക്കെ കഴിവുള്ള ഒരാൾ ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല രീതിയിലുള്ള പ്രതിബന്ധങ്ങളുണ്ടാവും. ഒന്ന് സമൂഹത്തിൻ്റെ പ്രതിബന്ധം ഉണ്ടാവും, നാട്ടിലെ സമ്പന്നൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും, അവിടുത്തെ സമ്പന്നരായിട്ടുള്ള കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്പന്നന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിബന്ധങ്ങളുണ്ടാവും. അതേപോലെ നാട്ടിലുണ്ടാകുന്ന നിസ്സാര പ്രശ്നങ്ങളിൽ നമ്മളിപ്പോൾ സാധാരണക്കാരനും പാവപ്പെട്ടവനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, കഴിവിനും താല്പര്യത്തിനും ഒക്കെ അനുസരിച്ച് നമ്മൾ വ്യത്യസ്തനായി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത്തരം പ്രശ്നങ്ങളെ ഒക്കെ ദൃശ്യവൽക്കരിച്ച് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ തമിഴിൽ നല്ല സിനിമകൾ വരാറുണ്ട്. ബൈസൺ എന്ന് പറയുന്ന ആ മൂവിയിലുള്ള അഭിനയിച്ച കഥാപാത്രം, അയാളുടെ സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴാണ് ആ സിനിമയിൽ അഭിനയിച്ചത് വിക്രമിൻ്റെ മകൻ ധ്രുവാണെന്നും അദ്ദേഹം ഇതിനു മുമ്പ് മഹാനെന്നോ അങ്ങനത്തെ ഒരു പേരുള്ളൊരു സിനിമയിൽ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളാണെന്നൊക്കെ അതിന് ശേഷമാണ് ഇന്നാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ഗംഭീര പെർഫോമൻസ്, കൊടുക്കുന്ന പൈസയ്ക്ക് യാതൊരു നഷ്ടവും വരില്ല, ധൈര്യമായിട്ട് കാണാം ഓരോ സീനും.
കൂടുതൽ നമ്മൾ കഥയെക്കുറിച്ചോ കഥയുടെ പിന്നെ ബാക്ക് ബോൺ എന്താണെന്നോ കഥയുടെ പിന്നെ മുന്നോട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഓരോ സീനുകൾ എങ്ങനെയാണെന്നോ എന്തിനെ ബേസ് ചെയ്താണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആനന്ദിക്കുക എന്നുള്ളതാണ്, കണ്ടിട്ട് ആസ്വദിക്കുക. ആ സിനിമ അത്രയും മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. അതിൻ്റെ ഡയറക്ഷൻ എന്തായാലും മനോഹരമായിട്ട് ആ സാധനം ചിത്രീകരിച്ച് നമുക്ക് അതിശയോക്തിയൊന്നുമില്ല, എന്നാൽ അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുമ്പോൾ ഒരു 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 കലാപം നടക്കുകയാണെങ്കിൽ ആ കലാപം എങ്ങനെയാണ് ഒരു കലാപം നടക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കണ്ണിൽ കൂടി നമ്മൾ എങ്ങനെയാണ് ഒരു കലാപം നടക്കുന്ന സീൻ കാണുക. ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന സാധാരണക്കാരൻ്റെ മാനസിക ഭിന്നമായിട്ടുള്ള നില ഏത് രീതിയിലായിരിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദൃശ്യവൽക്കരിച്ച് തരുന്നുണ്ടെന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാത്ത ആളുകൾ ദയവേത് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും. തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്, എല്ലാവരും കാണണം. നല്ലൊരു പിന്നെ നല്ല സിനിമകളെ എന്നും അംഗീകരിച്ചിട്ടുള്ളവരാണ് മലയാളികൾ. നമ്മളത് ഇപ്പോൾ എത്ര അതിശയോക്തവും വലിയ ഹൈപ്പോട് കൂടി വന്ന് എന്നാൽ പ്രതീക്ഷിച്ച അത്രയൊന്നും ഇല്ലാത്ത പല സിനിമകളെയും നമ്മൾ പിന്നെ വിജയിപ്പിച്ചു വിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ശ്രീനിവാസിൻ്റെയും സത്യനന്ദിക്കാടിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലെ പിന്നെ ആക്ഷേപഹാസ്യത്തിനോടൊന്നും ഒപ്പം എടുത്തു വെക്കാൻ പോലും പറ്റാത്ത പല അന്യഭാഷാ ചിത്രങ്ങളെയും നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ വിജയിപ്പിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ബൈസൺ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. ബൈസൺ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ്. ബൈസൺ എന്ന സിനിമ എല്ലാവരുടെ ജീവിതത്തിലും നടന്നു പോയിട്ടുള്ള നിരവധി സംഭവങ്ങളുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെ കഥയാണ്. ബൈസൺ ഏതൊരാളിലും സംഭവിക്കാവുന്ന ഒരു കഥ കൂടിയാണ്. അത് നമുക്ക് റിലേറ്റ് ആവും. മലയാളത്തിലാണെങ്കിലും റിലേറ്റ് ആവും, തമിഴിലാണെങ്കിലും റിലേറ്റ് ആവും, കന്നഡയിലാണെങ്കിലും അത് നമുക്ക് റിലേറ്റ് ആവും. കാരണം അത് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളായി കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു സിനിമ. ഒന്നുമില്ലാത്ത അവസ്ഥ, അവിടെ നിന്നും ഒരാളുടെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, അവൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം, അവൻ ആരായിത്തീരണം എന്തായിത്തീരണം എന്നുള്ള അവൻ്റെ ഒരു പിന്നെ ആ ഒരു ഇഷ്ടം, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പിന്നെ ശ്രമം, അതിന് അയാളുടെ പിന്നെ എന്താണ് അയാളുടെ പിന്നെ ആ കുട്ടിയുടെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി അതിനെ സഹായിക്കുന്ന അധ്യാപകൻ, സമൂഹത്തിൽ തന്നെ ഗുണ്ടകളാണെങ്കിലും പിന്നെ എന്താ പറയുക വ്യത്യസ്ത ചേരിയിൽ നിൽക്കുന്ന പിന്നെ ആൾക്കാരാണെങ്കിലും ശത്രുക്കളാണെങ്കിലും അവരിലും ഈ ഒരു എന്താ പറയുക സ്പോർട്സിനോട് അതല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൻ്റെ അവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കുന്ന ശൈലി ഇപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രാമപ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ചില പ്രത്യേകമായിട്ടുള്ള പിന്നെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് വളരെ മനോഹരമായി ചിത്രീകരിച്ച ഒരു നല്ല ദൃശ്യവൽക്കരണം, കണ്ട് ആസ്വദിക്കാം. വളരെ മനോഹരമായ ഒരു സിനിമയാണ്. നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ നേരം സിനിമയുടെ, പക്ഷേ 3 മണിക്കൂറിന് ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഒരു ലാഗോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്, അതൊന്നും എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു പോരായ്മയും ആ സിനിമയിലില്ല. വേടൻ്റെ ഒരു പാട്ടുണ്ട്, അത്തിവാന എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, നല്ല പാട്ടാണ്, പാട്ടും നല്ലതാണ്. മാത്രമല്ല പ്രകൃതിയെ മനോഹരമായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പ്രകൃതി പിന്നെ ഔട്ട്ഡോർ സീനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടാണ് ആ സീനുകളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇവരുടെ കുട്ടിക്കാലമൊക്കെ കാണിക്കുന്ന ചില സീനുകളുണ്ട്. പാടം, വെള്ളം, പശുപതിൻ്റെ ഒരു ഷോട്ട്, ഞാൻ ഒരു രാത്രിയിലുള്ള ഒരു ഷോട്ട്, പശുപതിൻ്റെ ഒരു ഷോട്ട് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ആ ഷോട്ട് ഇത് എങ്ങനെയാണ് ഇയാൾ ഈ ഷോട്ട് എടുത്തതെന്ന് വരെ ഞാൻ കുറേ നേരം ഞാൻ ആലോചിച്ചു. ആ ഷോട്ട് എങ്ങനെയാണ് എടുത്തത്, അത്രയും പെർഫോമൻസ്. പശുപതി ഗംഭീര പെർഫോമൻസാണ്, നായകനും ഗംഭീര പെർഫോമൻസാണ്. ബട്ട് പശുപതിൻ്റെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഈ കത്തിയൊക്കെ പിടിച്ചിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, ആ സംഗതിയൊക്കെ ഉണ്ട്, ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. കാണേണ്ട സിനിമയാണ് കേട്ടോ, എല്ലാവരും കാണണം. കാണേണ്ട സിനിമയാണ്, ഗംഭീര പടമാണ് ബൈസനെ പോലുള്ളൊരു സിനിമ ഒക്കെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ ഡയറക്ടറുടെ, എഴുത്തുകാരൻ്റെ ഒക്കെ കാഴ്ചപ്പാടിൻ്റെ കൂടി പ്രതിഫലനമാണ് ആ സിനിമ. മനോഹരമായ സിനിമ, കാണാത്ത ആൾക്കാരൊക്കെ കാണണം. നല്ലൊരു സിനിമ, നല്ലൊരു അനുഭൂതിയാണ്. ബൈ.